ഇപ്പോൾ കിച്ചൺ ചെയ്യുന്ന എല്ലാ ആളുകളും ബേസിലും ടോപ്പിലും ഒക്കെ ഒരേ കളറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു മോഡേൺ ഫീൽ ആയിരിക്കും നമ്മുടെ കിച്ചന് ലഭിക്കുക. ഇത് ഒരു ഡിസ്പ്ലേ കിച്ചൺ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ലൈവ് ആക്കിയിട്ടുള്ള കിച്ചൺ ആട്ടോ അത്. അതായത് സിങ്ക് ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആ സിങ്ക് നേരെ പ്രവർത്തിപ്പിച്ച് നോക്കാൻ സാധിക്കും. സിങ്കിൻ്റെ ഓരോ ഓപ്ഷൻസും നമുക്ക് ഇതിനകത്ത് വരുന്ന, ഇവിടെ ഒരു ഡ്രെയിൻ ചാനലുണ്ട്, അതിനകത്തൂടെ വാട്ടർ വരുന്ന സിസ്റ്റം നമുക്ക് കാണാം. ഇത് നമ്മുടെ സെൻസർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഫുഡാണ്. അതായത് നമ്മൾ കൈ ഇങ്ങനെ ജസ്റ്റ് വീശി കഴിഞ്ഞാൽ ഇതേപോലെ ഹോബ് ഓപ്പൺ ആയി സ്റ്റൗവിനോട് ചേർന്ന് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഡ്രോവർ സിസ്റ്റങ്ങൾ കൊടുക്കും. നമുക്ക് ആവശ്യമുള്ള സ്പൂണ്, അതേപോലെയുള്ള കത്തി, നൈഫ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ഓർഗനൈസ് ചെയ്യാൻ സാധിക്കും. ഒരു വുഡൻ ഓർഗനൈസർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ അടുത്താണ്. ഫുള്ളായിട്ട് കൊറിയൻ ടോപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. 2 ചെയറുകൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. 10 ദിവസം സമയം നമുക്ക് തരികയാണെങ്കിൽ, അതായത് നിങ്ങൾ വില്ലിംഗ് ആയിട്ട് അഡ്വാൻസ് പേ ചെയ്ത് 10 ദിവസം തരികയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇത് കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഏകദേശം ഒരു ഐഡിയ കിട്ടണമല്ലോ, നമ്മുടെ ഒരു കിച്ചൺ ചെയ്യണമെങ്കിൽ എന്ത് കോസ്റ്റ് ആവുന്ന ഐഡിയ കിട്ടണമെങ്കിൽ. അതിനാണ് നമ്മൾ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. ബേസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ WPC-ലാണ് ചെയ്തിട്ടുള്ളത്. ലൈഫ് ടൈം വാറണ്ടി ഉള്ള മെറ്റീരിയൽ ആണ്. PVC ലാമിനേഷൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ചുമ്മാ വാറണ്ടി എന്ന് ഇങ്ങനെ പറയുകയല്ല, ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ള വാറണ്ടിയാണ് നമ്മൾ നൽകുന്നത്. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഗീവ് അവേ തരട്ടെ. ഇതല്ല കേട്ടോ ഗീവ് അവേ, നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫിലിപ്സിന്റെ ഒരു പ്രീമിയം എയർ ഫ്രയർ ആണ്. നമസ്കാരം. വീട്ടിലേക്ക് ഇന്റീരിയർ ചെയ്യാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇനി മുതൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ടാലൻറ്റഡ് ആയിട്ടുള്ള ആർക്കിടെക്റ്റുകളുമായിട്ട് ചേർന്നിട്ടാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ പ്രീമിയം ഫേർണിച്ചർ ആൻഡ് ഇൻറ്റീരിയറുകൾ ചെയ്യുന്ന ഷോറൂമിലാണ്. റൂമിയുടെ ഷോറൂമാണിത്. റൂമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീമിയം ഫേർണിച്ചേഴ്സ്, പ്രീമിയം ഇൻറ്റീരിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു പ്രീമിയം ഷോറൂമാണ്. ഇവിടുത്തെ കിച്ചൺ ഡിസ്പ്ലേ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഒരു കിച്ചൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ക്വാളിറ്റി ഏതെല്ലാം രൂപത്തിൽ നമുക്ക് അവൈലബിൾ ആണ്, ഏതൊക്കെ സ്റ്റൈലിൽ നമുക്ക് കിച്ചൺ ചെയ്തെടുക്കാനാവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ഗീവ് അവേ തരട്ടെ. ഇതല്ല കേട്ടോ ഗീവ് അവേ, നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫിലിപ്സിന്റെ ഒരു പ്രീമിയം എയർ ഫ്രയർ ആണ്. നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തത്, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റിൽ ശരി ഉത്തരം കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഗീവ് അവേ നൽകുന്നതായിരിക്കും. രണ്ടാമത്തത്, ഒബ്വിയസ്ലി നിങ്ങൾ മൈ ബെറ്റർ ഹോമിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. ഡെഫിനറ്റ്ലി നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടാവും അറിയാം. ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന ഈ ഒരു പ്രീമിയം കിച്ചൺ ചെയ്തിരിക്കുന്ന ഷോറൂമിൻ്റെ പേരും അതിൻ്റെ ലൊക്കേഷനും കറക്റ്റ് ആയിട്ട് കമൻറ്റിൽ എഴുതിയിടുന്ന ഒരാൾ, അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ ഞങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന നിങ്ങളാവട്ടെ ഈ ഒരു ഗീവ് അവേ വിന്നർ. വീട്ടിലേക്ക് കിച്ചൺ ചെയ്യുന്ന എല്ലാ ആളുകളും കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ടിപ്സുകളാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. ഇവിടെ ഒരു കിച്ചൺ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ തൊട്ടടുത്ത് വേറൊരു കിച്ചൺ ഡിസ്പ്ലേ ആയിട്ട് വേറെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും 2 ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡിസൈൻ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ഒരു കിച്ചനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുകൾ ഭാഗത്ത് സ്റ്റോറേജ് സ്പേസുകൾ ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണിൽ എന്നും യൂസ് ചെയ്യാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ലേ, വലിയ പാത്രങ്ങളൊക്കെ, അതൊക്കെ സ്റ്റോറേജ് ചെയ്യുന്ന ഭാഗമാണ് ഈ കാണുന്ന സ്റ്റോറേജ് സ്പേസ്. ഇതിനെ നമ്മൾ ലോഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓവർ ഹെഡ് ക്യാബിനറ്റ് എന്ന് വിളിക്കും. ഇത് നമ്മുടെ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന ക്യാബിനറ്റുകളാണ്. നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ക്യാബിനറ്റുകൾ സെറ്റ് ചെയ്യുക. നമ്മൾ ഗ്ലാസും പ്ലേറ്റൊക്കെ കഴുകിയതിന് ശേഷം GTPT എന്ന് പറയുന്ന ഈ ആ ഒരു സ്റ്റോറേജ് സ്പേസിലേക്ക് നമ്മൾ ഇത് എടുത്ത് വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ സെറ്റാക്കി വെക്കും. ഇവിടെ ഇതേപോലെ നമ്മുടെ ഒരു ക്രോക്കറി യൂണിറ്റുകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലൊരു ഷെൽഫ് നമ്മൾ നൽകുന്നുണ്ട്. ഒരു ഓപ്പൺ സ്പേസ് നമ്മൾ ഇവിടെ നൽകും. ഇതേപോലെ ഹുഡ് ആൻഡ് ഹോബ് വയ്ക്കാനുള്ള സ്പേസൊക്കെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു കിച്ചണിലേക്ക് വരികയാണെങ്കിൽ അവിടെ ആ ഒരു സ്റ്റോറേജ് സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പകരം നിങ്ങൾക്ക് ഈ ഓവർ ഹെഡ് ക്യാബിനറ്റ്, അപ്പർ ക്യാബിനറ്റ് എന്ന് പറയുന്ന ഈ ഓവർ ഹെഡ് ക്യാബിനറ്റിൻ്റെ ഭാഗത്തായിരിക്കും കൂടുതലും സ്റ്റോറേജ് സ്പേസുകൾ വരിക. ഈ ഒരു കളറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സേജ് ഗ്രീൻ കളറിൽ ചെയ്തിരിക്കുന്ന കിച്ചനാണ്. WPC-യിലാണ് ഈ കിച്ചൺ പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നനയെന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല. ചെതൽ പിടിക്കും, അല്ലെങ്കിൽ ചെതൽ
പല്ല് കടിക്കുന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല, കുത്തിപ്പോകുന്ന പറയുന്ന പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ പ്ലൈവുഡിൽ കയറ്റിട്ടുള്ള ഒരു പ്രശ്നവും ഈ WPC എന്ന് പറയുന്ന മെറ്റീരിയൽ ഇല്ല എന്നുള്ളത് കൊണ്ട് വളരെ സേഫ് ആയിട്ട് കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ ഈ ഒരു കിച്ചണിലേക്ക് വരികയാണെങ്കിൽ ഈ കിച്ചൺ കുറച്ച് ഒരു പ്രീമിയം സ്റ്റൈലിൽ വരുന്ന കിച്ചൺസ് ആണ്, കുറച്ചുകൂടെയും എക്സ്പെൻസ് ലെവൽ കൂടുതൽ വരുന്ന കിച്ചൺസ് ആണ്, കുറച്ചുകൂടെ സ്റ്റോറേജ് സ്പേസുകൾ കൂടുതൽ ലഭിക്കുന്ന കിച്ചൺസ് ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലും പ്രീമിയം തന്നെയാണ്. അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ, അതായത് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം WPC തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫാണ്, 100% വാട്ടർ പ്രൂഫാണ്, 100% ടെർമൈറ്റ് റെസിസ്റ്റൻ്റ് ആണ്. ചെതൽ ഒരിക്കലും തിന്നാത്ത മെറ്റീരിയൽ കൂടെയാണ്. പിന്നീട് ചെതലിനുണ്ട് അല്ലെങ്കിൽ മരത്തിനുണ്ടാവുന്ന ഒരു പ്രശ്നവും ഇല്ലാത്ത മെറ്റീരിയലാണ് WPC. അതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഫിനിഷിംഗ് മെറ്റീരിയൽ, ഈ ഒരു ലുക്ക് കിട്ടാൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അക്രിലിക് ആണ്. അക്രിലിക് തന്നെ പ്രീമിയം മാറ്റ് ഫിനിഷിൽ വരുന്ന അക്രിലിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ബേസ് ക്യാബിനറ്റിലും മുകളിലും കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റൈലിൽ നമുക്ക് കിട്ടുന്നത്. ബേബി ബ്ലൂ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കിച്ചൺ ചെയ്യുന്ന എല്ലാ ആളുകളും ബേസിലും ടോപ്പിലും ഒക്കെ ഒരേ കളറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു മോഡേൺ ഫീൽ ആയിരിക്കും നമ്മുടെ കിച്ചന് ലഭിക്കുക. ഇത് ഒരു ഡിസ്പ്ലേ കിച്ചൺ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ലൈവ് ആക്കിയിട്ടുള്ള കിച്ചൺ ആട്ടോ അത്. അതായത് സിങ്ക് ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആ സിങ്ക് നേരെ പ്രവർത്തിപ്പിച്ച് നോക്കാൻ സാധിക്കും. സിങ്കിൻ്റെ ഓരോ ഓപ്ഷൻസും നമുക്ക് ഇതിനകത്ത് വരുന്ന, ഇവിടെ ഒരു ഡ്രെയിൻ ചാനലുണ്ട്, അതിനകത്തൂടെ വാട്ടർ വരുന്ന സിസ്റ്റം നമുക്ക് കാണാം. ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്ന ഡ്രെയിൻ ട്രേസ് ആണ്. ഈ ട്രേസിൽ വെച്ചിട്ടാണ് നമ്മുടെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കഴുകുന്നത്. നമ്മുടെ പാത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഒഴിച്ചു വെക്കുന്ന ഭാഗം, ലിക്വിഡ് ഡിസ്പെൻസർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ലിക്വിഡ് ഒഴിച്ചിട്ട് പാത്രങ്ങൾ ലൈവായിട്ട് കഴുകിയെടുക്കാൻ സാധിക്കും. ഗ്ലാസ് കഴുകുന്ന ഭാഗമാണിത്. ഇതേപോലെ ഗ്ലാസ് എടുക്കുക, എന്നിട്ട് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് നമുക്ക് ഇതേപോലെ എളുപ്പത്തിൽ കഴുകിയെടുക്കാൻ സാധിക്കും. സോ അതിനുശേഷം കഴുകിയ ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെക്കുക എന്ന് പറഞ്ഞു. ഈ ഒരു ഭാഗത്ത് നമ്മൾ വിളിക്കുന്നത് GTPT എന്നാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിറ്റിങ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഹാഫ്ലേ എന്ന് പറയുന്ന കമ്പനിയുടെ ലിഫ്റ്റപ്പ് ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്ലോ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഇത് വന്നിങ്ങനെ ക്ലോസ് ആവുന്ന ഒരു മെക്കാനിസം കൂടിയാണ്. സോഫ്റ്റ് ക്ലോസ് ആയിട്ടാണ് ഇത് വന്നടയുക. അടുത്തത് ഗ്യാസ് സ്റ്റവ് വെച്ചിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഹുഡ് ആൻഡ് ഹോബ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പേര് ഹോബ് എന്നാണ്. ഇതാണ് ഹുഡ്. ഇത് നമ്മുടെ സെൻസർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഹുഡാണ്. അതായത് നമ്മൾ കൈ ഇങ്ങനെ ജസ്റ്റ് വീശി കഴിഞ്ഞാൽ ഇതേപോലെ ഹോബ് ഓപ്പൺ ആയി, ചിമ്മിനി ഓപ്പൺ ആയി എന്ന് പറയാം. ഇനി നമുക്ക് സ്റ്റവ് യൂസ് ചെയ്യാൻ സാധിക്കും. സ്റ്റൗവിനോട് ചേർന്ന് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഡ്രോവർ സിസ്റ്റങ്ങൾ കൊടുക്കും. നമുക്ക് ആവശ്യമുള്ള സ്പൂണ്, അതേപോലെയുള്ള കത്തി, നൈഫ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ഓർഗനൈസ് ചെയ്യാൻ സാധിക്കും. ഒരു വുഡൻ ഓർഗനൈസർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് തന്നെ നമുക്ക് PVCയിലും അവൈലബിൾ ആണ്, വയർ മെഷ് ആയിട്ട് അവൈലബിൾ ആണ്. പല ഡിസൈനുകളുണ്ട് കേട്ടോ. കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു നോർമൽ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള വയർ മെഷ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഏറ്റവും അടിഭാഗത്ത് നമുക്ക് പ്ലേറ്റുകൾ വെക്കാനുള്ള ഒരു ഓർഗനൈസർ ആയിരിക്കും കിട്ടുക. പ്ലേറ്റ് ബാസ്ക്കറ്റ് എന്നാണ് ഇതിന് പറയുക. ഇതിനകത്ത് നമ്മുടെ പ്ലേറ്റുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ഇതിനകത്തേക്ക് യൂസ് ചെയ്യാനും സാധിക്കും. സ്റ്റൗവിനോട് ചേർന്ന് തന്നെ നമ്മൾ കൊടുക്കുന്ന വേറൊരു കിച്ചൺ ബാസ്ക്കറ്റാണ് പുൾ ഔട്ടുകൾ. ഇതിനകത്ത് നമ്മൾ വലിയ ബോട്ടിൽസ് ആണ് വെക്കുക. എന്തൊക്കെ, കോക്കനട്ട് ഓയിൽ വെക്കാം, സോസ് വെക്കാം. അങ്ങനെ ബോട്ടിൽ വരുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ഇതിനകത്താണ് സ്റ്റോർ ചെയ്യുക. പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തിട്ട് കുക്കിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസിനനുസരിച്ചിട്ട് അത് പല സ്റ്റൈലിൽ അവൈലബിൾ ആണ് കേട്ടോ. ഉദാഹരണത്തിന് ഇത് വേറൊരു പുൾ ഔട്ടാണ്. ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റൈലിലാണ് ഒരു ബാസ്ക്കറ്റ് ചെയ്യുക. ഹെറ്റിച്ച് എന്ന് പറയുന്ന ബ്രാൻഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പ്രീമിയം കിച്ചണൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഹാഫ്ലേ, എറ്റിച്ച്, കാസബ്ലോമർ, ബ്ലെം തുടങ്ങിയിട്ടുള്ള കമ്പനീസിൻ്റെ ആക്സസറീസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതാണ് കുറേ കാലം നമുക്ക് നിൽക്കുന്നതും ഡ്യൂറബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതും. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ ഡ്രോവേഴ്സ് ആണ്. ഇതിനകത്ത് നമുക്ക് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഡ്രോവേഴ്സ് ആണ്. ഇതിൽ വയർ മെഷ് ആണ് നൽകിയിരിക്കുന്നത്. അടിഭാഗത്തേക്ക് വരികയാണെങ്കിൽ പ്ലേറ്റ് ബാസ്ക്കറ്റ് ആണ് വരിക. ഇതിനകത്ത് നമുക്ക് പ്ലേറ്റുകളാണ് വെക്കാൻ സാധിക്കുക. ഇങ്ങനെയുള്ള ബാസ്ക്കറ്റുകളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യുന്ന കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറേയധികം പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിനകത്ത് കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ധൈര്യമായിട്ട് കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന ഇവരോട് തന്നെ സംസാരിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ അടുത്താണ്. ഫുള്ളായിട്ട് കൊറിയൻ ടോപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. 2 ചെയറുകൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ 2 പേരൊക്കെയല്ലേ രാവിലെ വീട്ടിലുണ്ടാവുള്ളൂ. ആ 2 പേർക്ക് ഇരുന്ന് കഴിക്കാം. ഇനി മക്കൾ സ്കൂളിൽ പോകുന്ന സമയമാണെങ്കിൽ അവർക്ക് ഇവിടെ ഇരുത്തി ഭക്ഷണം കൊടുക്കാൻ പറ്റും. അങ്ങനെ സൗകര്യമുള്ളൊരു ഭാഗമാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ. ഇതേ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇവിടെ നമ്മൾ കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കൊറിയൻ ടോപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് പല മെറ്റീരിയൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഗ്രാനൈറ്റിൽ ചെയ്യാം, ടൈലിൽ ചെയ്യാൻ സാധിക്കും,
നിരവധി മെറ്റീരിയൽസ് ഉണ്ട്. കോഡ്സ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ട്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എത്ര എക്സ്പെൻസ് വരുന്നുള്ളതല്ലേ നിങ്ങളുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ ഒരു പാർട്ണറെ കൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. സോ ഈ ഒരു സംരംഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. ഫൈസ് നമ്മുടെ പാർട്ണറാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഫർണിച്ചർ ഇന്റീരിയർ മേഖലയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടെയാണ് ഫൈസ് അല്ലേ. ഇങ്ങനെ ഒരു ലൈവ് കിച്ചൺ ഇവിടെ ചെയ്യാന്നുള്ളത്, അതായത് എല്ലാ കാര്യങ്ങളും യൂസേഴ്സിന് അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് തുറന്നു നോക്കാം, ഉപയോഗിച്ച് നോക്കാം, ഈവൻ കുക്ക് ചെയ്ത് വരെ നോക്കാം എന്നുള്ളത് ഫൈസിന്റെ ഐഡിയ ആയിരുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചെന്നുള്ള കാര്യം ഒന്ന് പ്രേക്ഷകരായിട്ട് സംസാരിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മളൊരു കാറ് വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും. അപ്പൊ നമുക്ക് അതില് ഫീച്ചേഴ്സ് മനസ്സിലാവും, സീറ്റിംഗ് കംഫർട്ട് മനസ്സിലാവും. നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, നമ്മളെ ആളുകളെ ഹൈറ്റോ വിട്ടോ അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാം. അതായത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതൊന്ന് യൂസ് ചെയ്ത് നോക്കാനുള്ള ഒരു അവസരം നൽകുക എന്നുള്ളതാണ്. അധികം ആളുകളും നല്ലൊരു മോഡുലാർ കിച്ചൺ വീട്ടിൽ ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും. ഇതിനു മുമ്പ് ഒരു ചെറിയൊരു കിച്ചൺ താൽക്കാലികമായിട്ടൊക്കെ ചെയ്യും, അങ്ങനെ ആഗ്രഹിച്ച് നല്ലൊരു വീട് വയ്ക്കും. അതിലേക്ക് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു പ്രീമിയം കിച്ചണൊക്കെ ചെയ്യുന്നത്. ആ ഒരു കിച്ചൺ ഉപയോഗിക്കുന്ന സമയത്ത് ആളുകളുടെ എക്സ്പീരിയൻസ് അവർക്ക് നേരത്തെ ഫ്രീ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ കംപ്ലീറ്റ് നമ്മൾ എന്ത് മെറ്റീരിയലാണോ ചെയ്തു കൊടുക്കുന്നത് ആ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഡിസ്പ്ലേയിലും ചെയ്തിട്ടുള്ളത്. ഇവിടെ സിങ്ക് ഉപയോഗിക്കുന്നുണ്ട്. ചേച്ചിമാരൊക്കെ ഇവിടെ കസ്റ്റമേഴ്സിനുള്ള ചായയും വെള്ളമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്ലാസ് കഴുകാനുള്ള ഫെസിലിറ്റി പോലും നമ്മൾ ഈ ഒരു സിങ്കിൽ ലൈവ് ആയിട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഗ്ലാസ് കഴുകുന്നുണ്ട്, ഇതിനകത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല നനഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്ത മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. WPC മെറ്റീരിയൽ എടുക്കും, നമുക്ക് കറക്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. തോംസന്റെ 0.7 ഡെൻസിറ്റിയിലുള്ള തോംസന്റെ വുഡെക്സ് എന്ന് പറയുന്ന മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണ ഇങ്ങനെ ആളുകൾ ഇതിനകത്ത് എന്ത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, അത് ഏത് സ്റ്റാൻഡേർഡ് ആണ്, ഇതൊന്നും നിങ്ങളെ കാണിച്ചു തരാറില്ല. നിങ്ങളെ ഔട്ട്ലുക്ക് മാത്രം കാണിക്കും അല്ലെ. നമ്മൾ ഇവിടെ കാണിക്കുന്നത് അങ്ങനെയല്ല. ഇതിനകത്ത് ഉപയോഗിക്കുന്നത് തോംസന്റെ പ്രീ ലാമിനേറ്റഡ് ആയിട്ടുള്ള ബോർഡാണ്. 2 ഭാഗത്തും ലാമിനേഷൻ കമ്പനി തന്നെ ചെയ്തു തരും. നടുവിൽ WPC ആയിരിക്കും. അപ്പം വളരെ പെർഫെക്ഷനോടുകൂടെ ആളുകൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെ. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം വാറണ്ടി വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. ഇതിപ്പോ സിങ്ക് ആണ്, ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം അടിച്ച് കാണിക്കാം അല്ലെ. നേരെ നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം എത്ര സ്ട്രോങ് ആയിട്ട് അടിച്ചാലും അതിന്റെ ലാമിനേറ്റ് പൊളിഞ്ഞു പോരുകയോ അല്ലെങ്കിൽ നനഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടാത്ത പ്രൊഡക്റ്റ് ആണ് WPC. അതുകൊണ്ടാണ് നമ്മൾ കിച്ചണിൽ സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇന്റീരിയർ പർപ്പസ് ഉണ്ടെങ്കിൽ അതിന് പല മെറ്റീരിയൽസും അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ നമുക്ക് പക്ഷെ കിച്ചണിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന മെറ്റീരിയൽ ആണ് ഈ മെറ്റീരിയൽ. അതിനുശേഷമാണ് നമ്മൾ 710 മറൈൻ ഗ്രേഡ് പ്ലൈവുഡ് സജസ്റ്റ് ചെയ്യുക അല്ലെ. ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് കിച്ചൺ ക്യാബിനറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ തന്നെ 710 മറൈൻ പ്ലൈവുഡ് ചെയ്യുന്നുണ്ട്. ഫ്ലാറ്റുകളിലാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള ആളുകൾക്ക് ആ ഒരു രീതിയിൽ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നമ്മൾ അതിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ വീടുകളിലേക്ക് നിങ്ങൾ വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന വീടുകളിലേക്ക് WPC ആണ് ഏറ്റവും നല്ലത്. മാത്രമല്ല നമ്മുടെ മറ്റു ചില ഫീച്ചേഴ്സ് കൂടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, നമുക്ക് കിച്ചൺ എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഷട്ടേഴ്സിൽ തന്നെ അക്രലിക് വരുന്നുണ്ട്. ഇതിപ്പോൾ മാറ്റ് അക്രലിക് ആണ്. നമുക്ക് വിനീർ വരുന്നുണ്ട്, പിന്നെ മൈക്ക ലാമിനേഷൻ, PVC, ഗ്ലാസ് എല്ലാം എന്ത് വേണേലും നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിപ്പോ അക്രലിക്കിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ അക്രലിക്കിന്റെ എഡ്ജ് ബാൻഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് സെയിം കളറാണ്. സാധാരണ ഫ്രണ്ടിലുള്ള ലാമിനേഷന് ചെറിയൊരു ഡിഫറൻസ് ഈ ഒരു ഷട്ടേഴ്സിന് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ സീംലെസ് ആയിരിക്കും. സെയിം യുണീക്ക് ആയിട്ടുള്ള കളർ തന്നെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. കൗണ്ടർ ടോപ്പിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കൊറിയൻ ടോപ്പാണ്. ഈ കൊറിയൻ ടോപ്പ് നമുക്ക് ചെയ്തു കൊടുത്തൂടെ? കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങൾ സാധാരണ വേറൊരു കമ്പനിയിൽ കിച്ചൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കൗണ്ടർ ടോപ്പ് വേറെ ചെയ്യേണ്ടതായിട്ട് വരും. ഭൂമിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൊറിയൻ ടോപ്പ് അടക്കം കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ട് നമ്മൾ കൊടുക്കും. അതിൽ ഹുഡ് ആൻഡ് ഹോബ് നമുക്ക് കൊടുക്കാം. അതെ, ബോഷിന്റെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. നമുക്ക് ഹുഡ് ആൻഡ് ഹോബ് ബോഷിന്റെതാണ്. എന്താ വെച്ചാൽ ബോഷ് സർവീസിൽ പക്കയാണ്, പ്രീമിയം ക്വാളിറ്റി ആണ് ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് അടിപൊളി സാധനമാണ് ബോഷിന്റെ സാധനം. കുറച്ച് പ്രൈസ് ലെവലും കുറച്ച് ബോഷ് കൂടുതലാണ്. പക്ഷെ ഇത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. യെസ്, അത്
അതായത് നിങ്ങൾക്ക് വേറെ ബ്രാൻഡ്സ് വേണമെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബ്രാൻഡ്സ് ചൂസ് ചെയ്യാം കേട്ടോ. നമ്മളിവിടെ ചെയ്യുന്നത് ബോഷ് ആണ്. ആ ഒരു പ്രീമിയം ലെവലിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത്, ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യാനായതുകൊണ്ട് നമ്മൾ ബോഷ് കൊടുക്കുന്നത് മാത്രം. സിങ്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ റെഡിയാണ് അല്ലെ? ആളുകളെ സംബന്ധിച്ചിടത്തോളം സിങ്ക് വേണമെങ്കിൽ സിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ആർക്കിടെക്റ്റും ഡിസൈനും ഉണ്ടെങ്കിൽ ആ ഡിസൈനിലും നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളെ ഓൺ ഇൻഹൗസ് ഡിസൈനർമാരുണ്ട്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡിസൈനേഴ്സ് ഉണ്ട്. സൂപ്പർവിഷൻ ഒക്കെ 15 വർഷമുള്ള ആളാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ എക്സ്പീരിയൻസിന്റെ കാര്യത്തിലും പിന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ആ പറഞ്ഞ ഡേറ്റിൽ കംപ്ലീറ്റ് ചെയ്യും. ആ കാര്യത്തിലൊന്നും ഒരു പേടിയും പേടിക്കണ്ട. രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ കയ്യിൽ ഒരു ആർക്കിടെക്റ്റും ഡിസൈനും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ആ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി തരും. മറ്റൊന്ന്, നിങ്ങളുടെ കയ്യിൽ ആർക്കിടെക്റ്റും ഡിസൈനും ഇല്ലെങ്കിൽ ഏറ്റവും പ്രീമിയം ഡിസൈൻസ് നമ്മുടെ ഇൻ ഹൗസ് ഇവിടുന്ന് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. നമുക്ക് ആ ഒരു ഡിസൈൻ ഹൗസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിന്റെ അകത്താണ് നമ്മുടെ മൊത്തം ടീമും വർക്ക് ചെയ്യുന്നത്. ഇതിൽ വെച്ചിട്ടാണ് നമ്മളെ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇന്റീരിയർ ഡിസൈൻസ് ചെയ്യുന്നത്. കൊട്ടേഷൻ എടുക്കുന്നതും ഇവിടുന്ന് തന്നെയാണ് അല്ലെ? മെറ്റീരിയൽ സെലക്ഷൻസ് ചെയ്യുന്നതും ഇവിടുന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വന്ന് നമ്മുടെ ഡിസൈനേഴ്സിന്റെ ഒപ്പം ഇരുന്നിട്ട് കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കി സെലക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് കറക്റ്റ് ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, മൊബൈലിൽ കാണുന്നത് പോലെയല്ല, നമ്മുടെ നേക്ഡ് ഐ കൊണ്ട് നേരിട്ട് കാണാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ഇവിടുന്ന് സെറ്റ് ചെയ്യാണ്. ഇവിടുന്ന് തന്നെ ഒരു 3D ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ്, നമുക്ക് VR എക്സ്പീരിയൻസ് വരെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് അല്ലേ? നമ്മുടെ VR ക്യാമറ, ഇതാണ് നമ്മുടെ VR ഹെഡ്സെറ്റ്. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്തു കൊടുക്കുന്ന കേട്ടോ. ഇനിയിപ്പം വീട് VR കാണണമെന്നത്, വീട് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഇരിക്കുന്നുള്ളത് VR കാണണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഹെഡ്സെറ്റിൽ ആ ഒരു എക്സ്പീരിയൻസ് കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇനി വരുന്നത് കളർ ഓപ്ഷൻസ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള 2 കിച്ചൺസാണ് ചെയ്തിരിക്കുന്നത്. കുറച്ചൊരു ഡാർക്ക് തീമിൽ വരണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കില്ലേ? കൊടുക്കും. കളർ ഏത് കളറിൽ വേണേലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ മെയിൻ ആയിട്ട് അക്രലിക് ആണ് ട്രെൻഡ് ഉള്ളത്. അപ്പൊ അക്രലിക്കിൽ ഗ്ലോസ്, ഇതിപ്പോ മാറ്റ് ഫിനിഷ് ആണ്. നമ്മൾ ബേബി ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 2025 ഏറ്റവും ഹൈലൈറ്റ് കളറാണ് ഇപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് ഗ്ലോസിയിൽ വരുന്നത്, ഇത് അക്രലിക്കിന്റെ ഗ്ലോസി ആണ്. ഗ്ലോസി വരുന്ന സമയത്ത് ഈ ഒരു ഫിനിഷ് ആണ്, ഫിനിഷ് കിട്ടും. നമ്മൾ പക്ക ഗ്ലാസ് ചെയ്താലൊരു ഫിനിഷ് കിട്ടും. ഇത് നമ്മൾ എല്ലാ വീട്ടിലും കാണുന്ന തരത്തിലുള്ള ഒരു ഗ്രേ ഷെയ്ഡ് അല്ലെ? നല്ല ഭംഗിയുള്ള കളറാണ്. അതിന്റെ ഹാൻഡിൽ പ്രൊഫൈൽ കണ്ടോ? ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഹാൻഡിൽ പ്രൊഫൈൽ എന്നാണ് ഇതിനെ പറയാ. ഇത് പല കളറിൽ അവൈലബിൾ ആണ്. ചെറി ഗോൾഡിൽ അവൈലബിൾ ആണ്, റോസ് ഗോൾഡിൽ അവൈലബിൾ ആണ്, ബ്ലാക്ക് മാറ്റ് ഫിനിഷിലും അവൈലബിൾ ആണ്. ഇതൊക്കെ ആവുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീലിലേക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ? ഈ ഒരു കളറും ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഫിനിഷിൽ വരുന്ന. അടുത്തൊരു ഫിനിഷിലേക്ക് വരികയാണെങ്കിൽ ഇത് PU ആണ്. ഗ്ലോസി, മാറ്റും ചെയ്യുന്നുണ്ട്. ഇതൊരു പെയിന്റ് ഫിനിഷ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പ്രീമിയം സ്റ്റൈലില് PU ഫിനിഷ് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫിനിഷിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. റൈറ്റ്. ഇതിപ്പോ നമുക്ക് ഈ ഒരു സാധനങ്ങളുടെ ഒക്കെ പ്രൈസിങ് ആയിരിക്കും ആളുകളുടെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഇപ്പം കിച്ചന്റെ പ്രൈസിങ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും പ്ലാൻ അനുസരിച്ചിട്ടും റിക്വയർമെന്റ് അനുസരിച്ചിട്ടും ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അതായത് ചില ആളുകൾക്ക് പാത്രങ്ങൾ വെക്കാനുള്ള സ്റ്റോറേജ് കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് ഈ പുൾ ഔട്ടുകൾ കൂടുതലായിട്ട് വേണ്ടി വരും, ചിലർക്ക് ഈ സ്റ്റോറേജ് യൂണിറ്റ് അവരുടെ സൗകര്യത്തിനനുസരിച്ച് വേണ്ടി വരും. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ചിട്ടാണ് പ്രൈസിങ് വരിക. ബ്രാൻഡിൽ തന്നെ ഹെറ്റിച്ച് ഇപ്പൊ 100, 90 രൂപ, 50 രൂപയ്ക്ക് ഇഞ്ചസ് കിട്ടും. പക്ഷെ ഹെറ്റിച്ചിലാവുന്ന സമയത്ത് 300 രൂപന്റെ മേലെ വരും. അപ്പോൾ അത് ഓരോ മെറ്റീരിയലും ആക്സറീസ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രൈസ് എടുക്കുക. ഓഫ് കോഴ്സ്. എന്നാലും ആളുകൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടണമല്ലോ, നമ്മുടെ ഒരു കിച്ചൺ ചെയ്യണമെങ്കിൽ എന്ത് കോസ്റ്റ് ആവുന്ന ഐഡിയ കിട്ടണമെങ്കിൽ. അതിനാണ് നമ്മൾ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഇതുപോലൊരു കിച്ചൺ ചെയ്യണമെങ്കിൽ ഇതൊരു സ്റ്റാൻഡേർഡ് സൈസിൽ വരുന്ന കിച്ചൺ ആണ്. ഓവർ ഹെഡ് ക്യാബിൻസ് വരുന്നു, ബേസ് ക്യാബിൻസ് വരുന്നുണ്ട്, കൗണ്ടർ ടോപ്പ് കസ്റ്റമറുടെ ചോയ്സിന് വിട്ടുതരികയാണ്. ഇതിപ്പോ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ടൈലാണ്, ഫുൾ ബോഡി ടൈലാണ്. ടൈല് ചെയ്യണോ ഗ്രാനൈറ്റ് ചെയ്യണോ എന്നുള്ളത് കസ്റ്റമറുടെ ഇഷ്ടമാണ്. കിച്ചൺ കബോർഡ് വർക്കുകളും ഇതിനകത്ത് വരുന്ന ആക്സറീസും അടക്കം നമ്മൾ ചെയ്യുന്ന ഒരു പ്രൈസിങ് എന്താണ്? ഇത് നമ്മൾ ആ ബേസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ WPC-ലാണ് ചെയ്തിട്ടുള്ളത്. ആ ലൈഫ് ടൈം വാറണ്ടി ഉള്ള മെറ്റീരിയൽ ആണ്. PVC ലാമിനേഷൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്ന ആക്സസറീസ് എന്തൊക്കെയാണെന്ന് കൂടെ പരിചയപ്പെടും. ഓക്കെ, ഫസ്റ്റ് വരുന്നത് GTPT ആണ്. അതായത് നമ്മുടെ ഗ്ലാസും പ്ലേറ്റ് ഒക്കെ വെക്കാനുള്ള ട്രേ ആണ് വരുന്നത്. പിന്നെ വരുന്നത് കട്ട്ലറി. ഇതിനകത്താണ് നമ്മൾ സ്പൂണ്, നൈഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്നത് ഈ ഭാഗത്താണ്. പിന്നെ വരുന്നത് പ്ലെയിൻ ബാസ്ക്കറ്റ് ആണ്. ചെറിയ ചെറിയ കപ്പ്, സോസർ അങ്ങനത്തെ നമ്മുടെ കറിയുടെ പാത്രങ്ങളൊക്കെ വെക്കുന്നത് ആ ഭാഗത്താണ്. അടിഭാഗത്ത് പ്ലേറ്റ് ബാസ്ക്കറ്റ് ആണ്. നമ്മുടെ പ്ലേറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഈ ഭാഗത്താണ്.
പുൾ ഔട്ട് വരുന്നില്ല ഇതിനകത്ത്? പിന്നെ അതുപോലെ തന്നെ ഒരു പുള്ളൗട്ട്, ഇതൊരു പുൾ ഔട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മളുടെ ബാസ്ക്കറ്റുകൾ, നമ്മുടെ ബോട്ടിൽസുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പർ ക്യാബിനറ്റിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ലിഫ്റ്റപ്പുകൾ തരും. അത് നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ചിട്ട് എവിടെ വേണമെങ്കിലും നമ്മൾക്ക് അത് പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇതിൽ വരുന്നത് ജി പ്രൊഫൈൽ ആണ്, ഇത് ഹെറ്റിച്ചിന്റെ ആണ്. നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ഉപയോഗിച്ചിട്ടുള്ള സ്ലൈഡർ ആണെങ്കിലും ഹിഞ്ചസ് ആണെങ്കിലൊക്കെ ഹെറ്റിച്ചിലാണ് വരുന്നത്. ഹെറ്റിച്ചിലാണ് ചെയ്തിട്ടുള്ളത്. ഒക്കെ സോഫ്റ്റ് ക്ലോസ് ആണ് ഇതിലൊക്കെ വരുന്നത്. അതായത് നമ്മൾ ഈ ലോക്കൽ ബ്രാൻഡ് ഒരു പ്രൊഡക്റ്റും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. ഏറ്റവും ബേസ് മെറ്റീരിയൽ, ഈ ക്യാബിനറ്റ് ഒക്കെ അടിക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ബേസ് മെറ്റീരിയൽ WPC ആണ്. അതേത് ബ്രാൻഡിന്റെ? തോംസന്റെ. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്ത കാര്യമാണ്. നമുക്ക് ഇതൊരു 10 ദിവസത്തിൽ വേണമെങ്കിൽ കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും. 10 ദിവസം സമയം നമുക്ക് തരികയാണെങ്കിൽ, അതായത് നിങ്ങൾ വില്ലിംഗ് ആയിട്ട് അഡ്വാൻസ് പേ ചെയ്ത് 10 ദിവസം തരികയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇത് കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് കംപ്ലീറ്റ് നമ്മുടെ ഫാക്ടറിനകത്തുനിന്നായിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എഡ്ജ് ബാൻഡിങ്, പ്രസ്സിങ് എല്ലാം കഴിഞ്ഞിട്ട് ആ മെഷീൻ വർക്കിലാണ് ഇത് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്. ഫിനിഷ് ചെയ്ത് തരുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് കാര്യമായ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു പരിപാടികൾ നമുക്ക് ഉണ്ടാവില്ല. ഇൻസ്റ്റാളേഷന്റെ ഒരു ദിവസത്തെ വർക്ക് മാത്രം നമുക്ക് വിട്ടു തന്നു കഴിഞ്ഞാൽ 10 ദിവസത്തിനകം നമുക്ക് നേരെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രോയിങ്ങുകൾ, ഇതിൽ എവിടെ പോയിന്റുകൾ വരണം, അതൊക്കെ നമുക്ക് നേരത്തെ സംസാരിക്കാൻ സാധിക്കും. നിങ്ങളുടെ വീട് പണി ഫിനിഷിംഗ് സ്റ്റേജിലാണെങ്കിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ നിങ്ങളുടെ പ്ലാൻ അയച്ചു തരികയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഇലക്ട്രിക് ഡ്രോയിങ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഇൻപുട്ട് നിങ്ങൾക്ക് നൽകാനും നമുക്ക് സാധിക്കും അല്ലെ. നേരെ നമ്മൾ ഇനിയിപ്പം ഈ ഒരു കളർ ചേഞ്ച് ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ, ആളുകൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതല്ല, വേറൊരു കളറാണെന്ന് വിചാരിക്കുക. ഇനിയിപ്പം കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കളറിന്റെ ട്രെൻഡ് മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ആളുകൾക്ക് ചൂസ് ചെയ്യാം അല്ലെ. ചെയ്യാം. ഇതിലിപ്പോ നമ്മളൊരു 4 കളറാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതിൽ ഓപ്ഷൻ ഉണ്ട്, ഇഷ്ടംപോലെ കളർ. അതായത് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യാം. കിച്ചന്റെ വലുപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഐലൻഡ് ടേബിൾ ഒക്കെ വേണമെന്ന് വിചാരിക്കാം, അതും നമ്മൾ വില്ലിംഗ് ആണ്. ഇത് നമ്മളിവിടെ ഒരു ഡിസ്പ്ലേ പർപ്പസിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയും ഫെസിലിറ്റിയുള്ള കിച്ചൺ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് പറയാം അല്ലെ. നമുക്കിതൊരു 1.8 lakhന് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി വിത്ത് വാറണ്ടി വരുന്ന കോസ്റ്റ് ആണ് അല്ലേ. വാറണ്ടിയോട് കൂടി കൊടുക്കാൻ പറ്റും. വാറണ്ടി കാർഡ് നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യും. ചുമ്മാ വാറണ്ടി എന്ന് ഇങ്ങനെ പറയുകയല്ല, ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ള വാറണ്ടിയാണ് നമ്മൾ നൽകുന്നത് അല്ലേ. വാറണ്ടി കാർഡ് നമുക്കൊന്ന് നമ്മുടെ വാറണ്ടി കാർഡ് പർച്ചേസ് ചെയ്യുന്ന പർച്ചേസ് ബില്ലിന്റെ ഒപ്പം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സ് ഉണ്ടാവും, വാറണ്ടി ഡീറ്റെയിൽസ് ഉണ്ടാവും, അതിൽ നിങ്ങളുടെ പർച്ചേസ് ഡീറ്റെയിൽസ് ഉണ്ടാവും, ഇൻവോയ്സിന്റെ നമ്പർ, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള കാർഡാണ്. അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന എന്ത് തരത്തിലുള്ള ഇഷ്യൂസിനും നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. മാക്സിമം ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പേടിക്കാതെ തന്നെ ആളുകൾക്ക് റൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യാം അല്ലേ. നമ്മളിവിടെ റൂമിലെ ഇന്റീരിയേഴ്സ്, കിച്ചൺ മാത്രമല്ലല്ലോ, ഫുൾ ഇന്റീരിയർ ചെയ്യില്ലേ. കിച്ചൺ മാത്രമല്ല, വീടിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ്. നമ്മളിപ്പോ ഒരു 4 BHK വീടൊക്കെ ഉണ്ടെങ്കിൽ 45 ഡേയ്സിൽ ഫിനിഷ് ചെയ്ത് കൊടുക്കും. 3Dയും 2D ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു 45 ഡേയ്സിൽ ഫിനിഷ് ചെയ്ത് കൊടുക്കും. ശരിക്കും ഒരു ഇന്റീരിയർ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഞങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്ലസ് അതോടൊപ്പം പ്രീമിയം ഡിസൈൻസിൽ വരുന്ന ഫർണിച്ചേഴ്സ് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ ഇവിടെ നൽകുന്നുണ്ട്. നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ 4 ഫ്ലോറിൽ നമ്മൾ ഇവിടെ ഫർണിച്ചേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പ്രീമിയം ഫർണിച്ചേഴ്സ് ആണ്. 100% കസ്റ്റമൈസേഷൻ. ഏത് പ്രൊഡക്റ്റ്, ലോകത്തില് ഏത് മൂലയിലുള്ള ഫർണിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പ്രൊഡക്റ്റ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. കളറുകൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഇന്റീരിയറിനനുസരിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കും. അതേപോലെ അതിൻ്റെ മെറ്റീരിയൽസ്, ഫിനിഷ്, ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് വരാൻ പറ്റുന്ന ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലൊക്കേഷൻ കറക്റ്റ് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ. വേങ്ങര ടൗണിൽ തന്നെയാണ്. വേങ്ങര മാട്ടിൽ ജുമാ മസ്ജിദ് വളരെ ഫേമസ് ആണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ വരുന്നത്. അടുത്ത പഴയ പള്ളിയാട്ടോ മാട്ടിൽ പള്ളി എന്ന് പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു 4 നില പാർക്കിംഗ് സൗകര്യം ഒക്കെ ഉള്ള അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട്, ലിഫ്റ്റ് സൗകര്യം. ലിഫ്റ്റ് ഉണ്ട്. അതായത് നിങ്ങളിപ്പോ ഒരു പ്രായമായ ബാപ്പയോ ഉമ്മയോ അല്ല അച്ഛനോ അമ്മയോ ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് നടക്കാനും സ്റ്റെപ്പ് കയറാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലിഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഉണ്ട്. ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലാണ്, നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ സ്റ്റേജ് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലാനും നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസിലെ
നിങ്ങൾ പ്ലാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് അയക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ വർക്ക് ചെയ്തിട്ട് നമുക്കതെങ്ങനെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഡെലിവറി ചെയ്തു തരാൻ സാധിക്കും എന്നുള്ള കാര്യം കസ്റ്റമേഴ്സിനോട് കറക്റ്റ് ആയിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും അല്ലേ? അതിനുശേഷം ഓഫ് കോഴ്സ് നിങ്ങളുടെ ചോയ്സ് ആണ്. നമ്മുടെ ക്വാളിറ്റി മനസ്സിലാവണമെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഷോറൂമിലേക്ക് വരാം. വേങ്ങരയിലാണ് നമ്മുടെ ഷോറൂം. കോഴിക്കോടും മലപ്പുറവും കണ്ണൂരൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ റോഡ് ബൈ വളരെ എളുപ്പത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാം. റെയിൽവേ സ്റ്റേഷൻ വഴി വരണമെങ്കിൽ നമുക്ക് അടുത്തുള്ളത് പരപ്പനങ്ങാടി തിരൂർ റെയിൽവേ സ്റ്റേഷനാണ്. പരപ്പനങ്ങാടിയോ തിരൂരോ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞൊരു ഡിസ്റ്റൻസ് ആണുള്ളത്. പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ബൈ ട്രാവൽ നിങ്ങൾ തന്നെ വരികയാണെങ്കിൽ അങ്ങനെയും വരാൻ പറ്റുന്നതായിരിക്കും. കാലിക്കറ്റ് എയർപോർട്ട് അടുത്ത് തന്നെയാണ്. എയർപോർട്ടും അടുത്താണ് അല്ലേ? ഇനിയിപ്പോൾ ആരെങ്കിലും ഫ്ലൈറ്റിന് വരുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരാനും സാധിക്കും. NRI കസ്റ്റമർ ഉണ്ട്. അത് ഹൗസ് വാമിങ്ങിന്റെ സമയത്താണ് ആളുകൾ വരിക. അവർക്ക് വളരെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ അവർ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നേരിട്ട് ഷോറൂമിലേക്ക് വരണമെങ്കിൽ ഷോറൂം കണ്ട് വിസിറ്റ് ചെയ്തിട്ട് പോകാൻ സാധിക്കും. വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. EMI സൗകര്യം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് ആവശ്യമുള്ള ആളുകൾക്ക് അതിന്റെ കാർഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് സെറ്റാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാനിപ്പോൾ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഒക്കെ നൽകുന്നുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. സോ ഷോറൂമിന്റെ പേര് പറക്കണ്ട, റൂമി പ്രീമിയം ഫർണിച്ചേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ് എന്നാണ് നമ്മുടെ ഷോറൂമിന്റെ പേര്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ